എവിടെയും പോരുത് നീ, അവിടെ നിന്നോളാം. പോലീസ് ഇപ്പൊ എത്തും. നീ എന്ത് മരുന്ന് കൊടുത്താടി അയാളാ ആ പരുവാക്കിയത്? എല്ലാ കാര്യവും ഞങ്ങൾ ഈ നാട്ടുകാര് പറഞ്ഞറിഞ്ഞാ വന്നേക്കുന്നത്. ഒന്ന് പോയി നോക്ക് നിങ്ങൾ ജീവനോടുണ്ടോന്നെങ്കിലും. അയ്യോ, ഇത് എവിടെ പോന്ന്? ഞാൻ പറഞ്ഞല്ലേ മഴയായിട്ട് എന്തിനാ പുറത്തോട്ട് ഇറങ്ങിയത്? ഓ നല്ല മഴ. അകത്ത് വന്നേ. അങ്ങോട്ടൊന്നും പോവരുത്. എത്ര പ്രാവശ്യം പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. വാ ഇങ്ങോട്ട്. കൊള്ളാം. മഴയായാലും എൻ്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, ഓടിപ്പോയി കളയും. വാ. ഓ നല്ല മഴ പെയ്യുന്നകത്തോട്ട് കേറ്. ബാ 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 ഇങ്ങോട്ട്. എത്ര സമയം ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ടാബ്ലറ്റ് എടുത്ത് വെച്ചിട്ട് നോക്കിയപ്പോ ആളെ കണ്ടില്ല. ബാ ഇരിക്കേ. ഞാൻ പറയുന്ന എന്താ അനുസരിച്ചാല്? ഒന്നും അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. ഇരിക്കേ, ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ട് വരാം. ഭാര്യ ഭാര്യ ഷമി ഷമി. അയ്യോ, ഗുളിക കഴിക്കാൻ സമയമായി. ഷമി ഷമി. ഇതെന്തൊക്കെയായിരുന്നു പറയുന്നത്? എന്നാ അങ്ങോട്ട് ഗുളിക കഴിച്ചേ. പേര് പോലും ഓർമ്മയില്ല. ഇങ്ങനായ എങ്ങനെയാ? കുറച്ചുകൂടെ വെള്ളം കൂടി. കുറച്ചുകൂടെ വെള്ളം കൂടി. മയക്കം വരുന്ന? ബാ റൂമിൽ കൊണ്ട് കിടത്താം. അയ്യോ ബാ, മയങ്ങല്ലേ, കിടക്കാം. മരുന്നുകൾ കഴിക്കേണ്ട സമയത്ത് കഴിക്കാത്തോണ്ടായി ക്ഷീണം. ടാബ്ലറ്റ് തീർന്നു. നിങ്ങൾക്ക് എന്തോ ഓർമ്മയൊക്കെ വരുന്നെന്ന് തോന്നുന്നു. ഇപ്പൊ ഉണ്ടായിരുന്ന ഞാൻ കൊടുത്തിട്ടുണ്ടേ. ഇല്ല, അതെങ്ങനെയാണ്? എനിക്ക് പേടിയാവുന്ന. നാളെ എത്തിക്കോ? എന്താ ഷെമി എന്നൊക്കെ പറയുന്ന കേട്ട്. ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല, ആരും വന്നില്ല. ഞാൻ പുറത്ത് വരാം. വന്നിട്ടുണ്ടോ? ശരി, ഞാൻ എന്താ വരാം. ഒന്നും ഇതല്ലേ? എന്താ? എന്താ? ഇവിടത്തെ മാമ നടക്കുവോ? കിടപ്പില്ലല്ലേ? കിടപ്പില്ല. ആരും അറിഞ്ഞ് നടക്കുന്നു? ഞാൻ കണ്ടതാ അങ്ങോട്ട് പോയപ്പോ നിക്കുന്നത്. മോനിക്ക് തോന്നിയതായിരിക്കും. മോൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോൻ പൊയ്ക്കോ. അവിടെ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്? പൊയ്ക്കോ, എനിക്ക് ഗേറ്റ് പൂട്ടണം, അല്ലെങ്കിൽ കള്ളന്മാര് കയറും.
എന്തോ ചുറ്റിക്കളിയുണ്ട്. ഞാൻ കണ്ടതാണല്ലോ, കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. വാ ഒന്ന് പെട്ടെന്ന് വാ. ലോക്കാണല്ലോ, ഇതെപ്പോഴും അടച്ചിട്ടേക്കുന്നതാണ്. ഇതിനകത്ത് കേറാൻ വേറെ വല്ല വഴിയുണ്ട് അപ്പുറത്തൂടെ? അങ്ങനെ ഞാൻ ഗേറ്റ് ചാടി പൂട്ട് വിളിക്കാം. അങ്ങനെ ചെയ്. അയ്യോ, ശബ്ദം ഉണ്ടാക്കരുതേ. അത് തന്നെ, കല്ലെട്. പയ്യ പൊളിക്ക്. വാ അക്ക, പെട്ടെന്നാ. നിങ്ങൾ ആരാണ്? എന്തിനാ ഈ വീട്ടിനകത്ത് അതിക്രമിച്ച് കയറിയത്? ആരെന്നാ? അത് നീ അറിയേണ്ട ആവശ്യമില്ല. നീ ആര്? ഭാര്യ? ഭാര്യയാ? ആ, അത് കൊള്ളാല്ലേ. ഇവിടെ താമസിക്കുന്ന ആളുടെ ഭാര്യയാണ് ഞാൻ. ഞങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഇതാര്? ഇതാ അതിക്രമിച്ച് കയറാൻ നിങ്ങൾ ആര്? പുറത്തിറങ്ങ. ആ കാക്കായ്ക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഷെമി. 5 വർഷം മുമ്പ് മരിച്ചുപോയി. ആ ആളുടെ അനിയത്തിയാ ഞാൻ. പിന്നൊരു വിവാഹം കഴിച്ച ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നൊരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന്. ആ പറഞ്ഞ സാധനമാണോ നീ? അല്ല, ഞാൻ ഭാര്യയാണ്. ഭാര്യയാവല്ലോ. ദേ, എല്ലാ കാര്യവും ഞങ്ങൾ ഈ നാട്ടുകാര് പറഞ്ഞറിഞ്ഞാ വന്നേക്കുന്ന. എന്തായതടി കാക്ക? എന്തായത്? ഒന്ന് പോയി നോക്ക് നിങ്ങള്, ജീവനോടെ ഉണ്ടോന്നെങ്കിലും. വിളിക്കില്ലേ, അങ്ങോട്ട് പോവല്ലേ. മിണ്ടി അനങ്ങരുത് അവിടെ. നീ അവിടെ നിന്നില്ലേ? ഞാൻ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആളിനെ പുറത്തു പോലും വിടാതെ നിർത്തിയേക്കുന്ന. ഇവിടെ നാട്ടുകാരെല്ലാം ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. 5 വർഷമായി. ഇപ്പൊ 4 വർഷമായിട്ട് ആരും പുറത്തോട്ട് കണ്ടിട്ടില്ല. നീ പറയുന്നതാണല്ലോ നാട്ടുകാരൊക്കെ വിശ്വസിച്ചിരുന്നത്. ഇന്നലെ മോനങ്ങണ്ട് കണ്ട് കാക്കായെ പുറത്ത് വെച്ച്. ബോധം ഇല്ലാത്ത കണക്ക് നടന്നു പോകുന്നത്. നീ എന്ത് മരുന്ന് കൊടുത്താടി അയാളെ ആ പരുവാക്കിയത്? നല്ല ചുറുചുറുക്കോടെ എന്ന മനുഷ്യനാ. അങ്ങനല്ല, ആള് കിടപ്പിലാണ്. എന്നെ വിട്ടാലോ, ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം. എവിടെയും പോരുത് നീ, അവിടെ നിന്നോളാം. പോലീസ് ഇപ്പൊ എത്തും. അതൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പോലീസൊന്നും വേണ്ട. ബാക്കി എല്ലാവരും വന്നിട്ട് ലോക്കേ. നീ ഇത്രയും നാളും അയാളെ ലോക്ക് ചെയ്ത് ഇതിനകത്ത് ഇട്ടിരുന്നല്ലേ? പോലീസ് ലഭിക്കരുത്, എന്നെ വിട്ടാർ. ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ തന്നെ ഞാൻ പൊയ്ക്കോളാം, പ്ലീസ്. നിന്നെ പോലെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു അപമാനോ 1 or 2 എണ്ണം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും. ബാക്കിയുള്ളവർക്ക് കൂടെ ജോലി ഇല്ലാത്ത അവസ്ഥയാവും. നീ വന്ന് കയറിയപ്പോഴത്തേക്ക് മനസ്സിലാക്കിയില്ലേ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന്? അതല്ലേ ആ മനുഷ്യനെ ആ പരുവാക്കിയത്. ഇല്ല, ശരിയാ. സഹോദരങ്ങളെല്ലാം ശരി തന്നെ, അവർക്കും അന്വേഷിക്കണ്ട. ഞാനും അത് തന്നെ, ആ കൂട്ടത്തിൽ തന്നെ. സ്വന്തം സഹോദരിയെ മരിച്ചെന്ന് പറഞ്ഞ് ആ വീടും കുടുംബം ഞാനും അന്വേഷിച്ചിട്ടില്ല. എന്നെക്കാളും ഉത്തരവാദിത്തപ്പെട്ടവരും അന്വേഷിച്ചിട്ടില്ല എന്ത് സംഭവിച്ചെന്ന്. നാട്ടുകാർ വിളിച്ച് പറയേണ്ടി വന്ന്. കാക്ക എങ്ങനുണ്ട്? ആള് ബോധമില്ല അടക്കാണ്. ഒരു ആംബുലൻസും കൂടെ വിളി. ആംബുലൻസ് വിളി, വേഗം ആവട്ടെ. 108 വിളി. ഇത്രയും പെട്ടെന്ന് കാക്ക ഒന്ന് പോയി നോക്ക്. ഡ്രസ് ചെയ്യിക്ക്. ഇങ്ങനെയൊക്കെ ജോലിയെടുത്ത് ജീവിക്കുന്നവർക്കേ ഒരു അപമാനമാ നീയൊക്കെ. ഒരാള് മതിയല്ലേ, കൂട്ടത്തിൽ ഒരാള് മതി ആ ജോലിക്ക് മൊത്തം അപമാനമാക്കാൻ. എല്ലാരും ചേർത്തല്ല പറഞ്ഞ. ഇതിന്റെ പേര് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പൊ നടക്കുന്നുണ്ട്.
ഞാൻ എന്റെ ഗതികേടുണ്ട്. സ്വത്ത് പോലീസ് എത്തിയാ? ഇല്ല, പറ്റും. പ്ലീസ് എന്നെ ദയവേത് പോലീസ്. ചെറിയൊരു കയ്യബദ്ധം. വലിയ ക്രിമിനൽ കുറ്റമോ ചെയ്തിട്ട് അവള് കയ്യബദ്ധം ഒന്ന്. നിന്റെ മോങ്ങലൊന്നും ഇവിടെ വേണ്ട. പോലീസ് വരും. പോലീസ് കൊണ്ടുപോയി ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്തോളും. ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയതാണോടി കയ്യബദ്ധം. നിന്റെ കൂടെ ഉള്ളവരെയും അവര് തന്നെ പൊക്കിക്കോളും. ഞങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. എന്റെ തെറ്റുണ്ടേ. ഞാനും ഒരു ചെറിയ പിണക്കത്തിലായിരുന്നു. അതാ ഇങ്ങോട്ട് വന്ന് ഞാൻ അന്വേഷിക്കായിരുന്നത്. പക്ഷെ അപ്പൊ അവള് വിചാരിച്ചേ ഇത്രയും സ്വത്തും സമ്പാദ്യമൊക്കെ ഇല്ലേ ഒറ്റയ്ക്ക് അടിച്ചെടുക്കാന്ന്. അയാള് ബോധം തെളിയട്ടെ, അപ്പൊ പറയൂല്ലേ എന്തൊക്കെ സംഭവിച്ചെന്ന്. അവര് ചെയ്തോളും ബാക്കിയൊക്കെ. എന്റെ ചേട്ടത്തിയുടെ സ്ഥാനം കൈയേറിയേക്കുന്നല്ലേടി. എന്റെ കൈ തരിച്ചു വരുന്ന പോലീസ് വരുന്ന പെണ്ണല്ലേ. അടിക്കാന്നും വേണ്ട, പോലീസ് വരട്ടെ. പോലീസ് ഒന്ന് എന്താണെന്ന് പറയാ തീരുമാനിക്കട്ടെ.